السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل وسلم وبارك عليه പെർസെൻറ്റേജ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയ ചില കാര്യങ്ങളും പഠിച്ചു. അതുപോലെ നമ്മൾ അതിന് അപ്ലിക്കേഷൻ എന്ന ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ അത്യാവശ്യമായ പെർസെൻറ്റേജിനെ കുറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 കണക്കുകളാണ് അല്ലെങ്കിൽ 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. എന്നിട്ടാണ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജുമായി നമ്മൾ ഏറ്റവും ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിരുന്ന 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓർമ്മയിൽ വേണം. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ പഠിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ചോദിക്കാവുന്ന ഏറ്റവും ബേസിക് ആയ 3 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 40% ഓഫ് 50. 50ൻ്റെ 40% കണ്ടെത്തുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റ് ഓഫ് 50 ഈസ് 20. 50ൽ 20 എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനമാണ്? തേർഡ് ക്വസ്റ്റ്യൻ, 20 ഈസ് 40% ഓഫ് വാട്ട്. 20 എന്നത് എത്രയുടെ 40%? അപ്പോൾ ഒരു ചോദ്യത്തിന് 3 രീതിയിൽ 3 ലെവലിലായി നമ്മൾ ചോദിക്കുകയാണിത്. നമ്മൾ ആ ചോദ്യം ഒന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇവയുടെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആരംഭിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് 40% ഓഫ് 50. 50ൻ്റെ 40% കണ്ടെത്തുക. അല്ലേ? 50ൻ്റെ 40% കണ്ടെത്തുക. നമ്മൾ പരീക്ഷയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവുള്ളൂ, പാസ്സാവാൻ കഴിയുള്ളൂ. 20ൽ പരീക്ഷ നടന്നാൽ അതിൽ 40% മാർക്ക് കിട്ടണം. എങ്കിൽ 20ൻ്റെ 40% എങ്ങനെയാണ് കണ്ടെത്തുക? അല്ലെങ്കിൽ 50ലാണ് പരീക്ഷ നടന്നതെങ്കിൽ 50ൻ്റെ ഒരു 30% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ കഴിയുള്ളൂ. ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ നമുക്ക് ഈ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഫൈൻഡ് 40% ഓഫ് 50. 50ൻ്റെ 40% കണ്ടെത്തുക. അപ്പോൾ നമ്മൾ ആദ്യം ഇതിപ്പോൾ ഒരു ചോദ്യമാണ്, സെൻറ്റൻസ് ആണ്. ഇത് നമുക്ക് ആദ്യം ഒരു മാത്തമാറ്റിക്കൽ രൂപത്തിലേക്ക് മാറ്റണം. അതായത് 40% ഓഫ് 50. 40% എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40/100 അല്ലേ? ഇതിനാദ്യം ഫ്രാക്ഷൻ ആക്കി മാറ്റാം. 40% എന്ന് പറഞ്ഞാൽ 40/100 എന്നാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം എന്നാണ്. 50 എന്ന് പറഞ്ഞാൽ 50. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമ്മൾ 40% ഓഫ് 50 എന്നതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ മാത്തമാറ്റിക്കൽ രൂപത്തിൽ എഴുതുമ്പോൾ 40/100. 40% എന്ന് പറഞ്ഞാൽ 40/100. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 50 അല്ലേ? 50. ഓക്കെ, ഈക്വൽ ഇങ്ങനെയാണ് അതിന് ഓപ്പറേഷൻ വരുന്നത്. 40% എന്ന് പറഞ്ഞാൽ 40/100. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 50. ഇനി 40 മുകളിലാണ് ഗുണിക്കുക. ന്യൂമറേറ്റർ ഗുണിക്കുക. ഡിനോമിനേറ്റർ ഇവിടെ 1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഗുണിക്കുമ്പോൾ 40 ഗുണിക്കണം 50. 40ന് 50 ഗുണിച്ചാൽ എന്താവും? 5 × 4 20. 2000 അല്ലേ? 2000 എന്നാണ് ആൻസർ വരിക. ബൈ 100. 2000/100 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, 2000ന് സമം 2000ന് 100 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 0 0 വെട്ടാലോ അല്ലേ? 0 0 വെട്ടാണ്. ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ ഇവിടുന്ന് സെക്കൻഡ് 0 വെട്ടി, ഈ 0 വെട്ടി, ബാക്കി 20 എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൻസർ 20. കണ്ട, ഫൈനൽ ആൻസർ 20. 50ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, 50ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 20 ആണ്. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന രൂപമാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റ് ഓഫ് 50 ഈസ് 20. 50ൽ 20 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 50ൽ 20 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 50ൽ 20 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 50ൽ 20 എന്നത് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ 50ൽ 20 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? നമ്മൾ ആദ്യം 50ൽ 20 എന്നതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതി. 50ൽ 20 കണ്ട, 20/50 എന്നതിൻ്റെ അർത്ഥം. 50ൽ 20 എന്ന് പറഞ്ഞാൽ എന്താ? അതിനെങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതുക? 20/50 എന്ന് എഴുതും.
ഇനി നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ട. നമുക്കറിയാം ഫ്രാക്ഷന് പെർസെൻറ്റേജിലേക്ക് മാറ്റൽ എങ്ങനെ, ഇൻറ്റു 100 അല്ലേ. ഇൻറ്റു 100 ചെയ്താൽ നമുക്കറിയാം പെർസെൻറ്റേജിന് ഫ്രാക്ഷന് പെർസെൻറ്റേജ് ആക്കൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 100 അല്ലേ, 100 കൊണ്ട് ഗുണിക്കുന്നു. എത്രയായിരിക്കും ആൻസർ കിട്ടുക? ഗുണിക്കുന്നു 20 ഇൻറ്റു 100 എത്രയായിരിക്കും കിട്ടുക? 20 ന്യൂമറേറ്റർ ആണ് ഗുണിക്കുന്നത്. 20 ഇൻറ്റു 100 2000 ബൈ 50 അല്ലേ, 2000 ബൈ 50 ഓക്കെ അല്ലേ, സമം 2000-നെ 50 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും ആൻസർ കിട്ടുക? 2000 നമുക്ക് 0 0 വട്ട 20-ൽ 5 4 വട്ടം പിന്നെ ഒരു 0 അല്ലേ. അപ്പോൾ ആൻസർ 40. ഓക്കെ അല്ലേ, 40%. 50-ൽ 20 എന്ന് പറഞ്ഞാൽ 40%. ഓക്കെ, 40%. ചിഹ്നടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 2 മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് 40% കാണാനായിരുന്നു. ഫൈൻഡ് 40% ഓഫ് 50. 50-ന്റെ 40% കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 50-ൽ 20 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്, അത് നമ്മൾ കണ്ടെത്തി. ഇനി മൂന്നാമത്തേത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 20 എന്ന് പറഞ്ഞാൽ എത്രയുടെ 40%? 20 എന്ന് പറഞ്ഞാൽ എത്രയുടെ 40%? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. 20 എന്നത് ഏതോ ഒരു സംഖ്യയുടെ 40%. ഏതാണ് ആ സംഖ്യ? അത് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ആൽജിബ്രിക് ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയിട്ട് ആൻസർ ചെയ്യേണ്ടി വരും അല്ലേ. 20 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ 40%. ഏതാണ് സംഖ്യ? നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിനൊരു ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. 40 ബൈ 100 ഇൻറ്റു എക്സ് ഈസ് ഇക്വൽ ടു 20. അപ്പോൾ 20 എന്നത് ഏതോ ഒരു സംഖ്യയുടെ 40%. 40 ബൈ 100 ഇതാണ് 40%. ഓക്കെ അല്ലേ. 40% എന്നുള്ളത് നമ്മൾ അക്കത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? 40 ബൈ 100 ഇൻറ്റു ഏതോ ഒരു സംഖ്യയുടെ ഇൻറ്റു എക്സ്. അപ്പോൾ 40% ഓഫ് എക്സ്, ഏതോ ഒരു സംഖ്യയുടെ 40% ഈസ് ഇക്വൽ ടു 20 ആണെങ്കിൽ ഏതാണ് ആ സംഖ്യ? വെരി സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 എക്സ് എന്ന് എഴുതാൻ ഹരിക്കണം 100 നമുക്ക് എന്താകാൻ പറ്റും? അപ്പുറത്ത് പോയിട്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 40 എക്സ് ഈസ് ഇക്വൽ ടു എന്താവും? 20 ഇൻറ്റു ഹരിക്കണം 100 ഗുണിക്കണം 100 എന്നാക്കി. ബാക്കി എന്താ വരിക? 40 എക്സ് ഈസ് ഇക്വൽ ടു 2000 അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരിക? എക്സ് ഈസ് ഇക്വൽ ടു 2000 ഹരിക്കണം 40. 2000-നെ 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര ആയിരിക്കും ആൻസർ കിട്ടുക? 20 എത്ര 4 5 ഓക്കെ 50 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് വിവിധ രീതിയിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ശുക്രൻ. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.